ആദരണീയനായ ജി സുധാകരൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിശബ്ദമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ചുവരുകൾ എഴുതാതെ പോസ്റ്ററുകൾ ഒട്ടിക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞത് അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനെ പോയി കാണുകയും അദ്ദേഹത്തിന് പിന്തുണ ഉറപ്പിക്കുകയും ചെയ്തു എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ഇതിനു മുമ്പ് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, എനിക്കേറെ പ്രിയമുള്ള ഒരു വ്യക്തിയാണ് ജി സുധാകരൻ, അദ്ദേഹം നിശ്ചയമായിട്ടും അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം മാസങ്ങൾക്ക് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അയോഗ്യത എന്താണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത? അദ്ദേഹം മോഷണം നടത്തുന്നില്ല, അതുപോലെ തന്നെ വകുപ്പുകളിലിരുന്നു കൊണ്ട് അഴിമതി കാണിക്കുന്നില്ല. അഴിമതി കാണിക്കണം, അതാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അലിഖിത നിയമമെന്ന് പറയുന്നത്. ആ ഒന്നാം മന്ത്രിസഭയിൽ, പിണറായി വിജയൻ്റെ ഒന്നാം മന്ത്രിസഭയിൽ രണ്ട് വ്യക്തികൾ, തോമസ് ഐസക്കും പിണറായി വിജയൻ, രണ്ടും ആലപ്പുഴയിലക്കാരാണ്. അവർ അഴിമതി കാണിക്കാത്തത് കൊണ്ടും അഴിമതിയുടെ വീതപ്പണം പാർട്ടിക്ക് എത്തിക്കാത്തത് കൊണ്ടാണ് അവർ അയോഗ്യരായത്, അവരെ മാറ്റി നിർത്തിയത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഏറ്റവും അധികം അഴിമതി നടത്താൻ പറ്റിയൊരു വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് വകുപ്പിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥരെ ആരെയും കയറ്റില്ലായിരുന്നു, കോൺട്രാക്ടർമാരെ കയറ്റിയില്ല, എല്ലാവരെയും വിരട്ടി ഓടിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഏറ്റവും അധികം അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസാണ്, മുഖ്യമന്ത്രിയുടെ മരുമകൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഓഫീസിലും മാത്രമല്ല, അടുക്കളയിൽ പോലും കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥരും കയറുന്നതായിട്ടുണ്ട് എത്രയോ റിപ്പോർട്ടുകൾ വന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടാക്കിയ പാലങ്ങളും റോഡുകളെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ മന്ത്രിസഭ അഴിമതിയുടെ മന്ത്രിസഭയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഇൻ്റലിജൻസ് വകുപ്പ് ഏർപ്പെടുത്തിയ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം അവർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്നറിയാമോ? ഈ മന്ത്രിസഭയിലെ 13 മന്ത്രിമാർ ദാരുണമായി തോക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഇൻ്റലിജൻസ് കൊടുത്തിരിക്കുന്നത്. അവരുടെ പേരുകൾ ഞാൻ വായിക്കാം: വീണ ജോർജ്, വാസവൻ, ശിവൻകുട്ടി, പി രാജീവ്, എച്ച് സലാം, ആർ ബിന്ദു, KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, ഗണേഷ് കുമാർ, അബ്ദുൾ റഹിമാൻ. ഇവരെല്ലാവരും തോക്കുമെന്ന് പറഞ്ഞിരിക്കുക. ആരുടെ റിപ്പോർട്ടാണ്? ഇൻ്റലിജൻസ് വകുപ്പ് റിപ്പോർട്ട്. ആരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു വകുപ്പാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അവരാണ് കൊടുത്തിരിക്കുന്നത് ദയനീയമായ തോൽവി ഇവർക്ക് വരികയാണെന്നാണ്. നിശ്ചയമായിട്ടും അവർക്ക് തോക്കാതിരിക്കാൻ പറ്റുകയില്ല. അവരെല്ലാം അഴിമതിക്കാരാണെന്നുള്ള സംശയമില്ല. മറിച്ച് എനിക്കൊരു